ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ജൂബിലി വർഷം ആരംഭിച്ചു കഴിഞ്ഞു. തിരുസഭയും നമ്മുടെ രൂപതകളും നമ്മുടെ ഇടവകകളിലുമൊക്കെ ജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള കർമ്മപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തിനാണ് ജൂബിലി വർഷം ആചരിക്കുന്നത്? എപ്പോഴാണ് ജൂബിലി വർഷം ആരംഭിക്കാൻ തുടങ്ങിയത്? ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. മാർപ്പാപ്പ ഒരു വെള്ളിച്ചുറ്റിക എടുത്ത് ഒരു വിശുദ്ധ വാതിൽ തുറക്കുന്ന ഒരു കർമ്മം. എന്താണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? ജൂബിലി വർഷം ആചരിക്കാൻ ആരംഭിച്ചത് 1300 ആണ്ടിലാണ്. ബൊണിഫൈസ് 8 മാർപ്പാപ്പയാണ് ജൂബിലി വർഷ ആചരണം ആരംഭിച്ചത്. ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലിയാണ് ആചരിച്ചു തുടങ്ങിയത്. ഓരോ 100 വർഷവും ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി പ്രത്യേകമായ വിധത്തിൽ അനുസ്മരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനുശേഷം ക്ലെമന്റ് 6 മാർപ്പാപ്പയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, 100 വർഷത്തിലൊരിക്കലല്ല, 50 വർഷത്തിലൊരിക്കൽ നമ്മൾ ഈ ജൂബിലി ആചരിക്കേണ്ടതുണ്ട്. കാരണം കൂടുതൽ ആളുകൾക്ക് ഈ ജൂബിലി ആചരിക്കുവാനുള്ള അവസരം ലഭിക്കണം. പോൾ 2 മാർപ്പാപ്പയായപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, 50 വർഷത്തിനേക്കാൾ കൂടുതൽ ഉചിതം 25 വർഷത്തിലൊരിക്കൽ ജൂബിലി ആചരിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് സഭയിൽ 25 വർഷത്തിലൊരിക്കൽ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന കർമ്മം ആരംഭിച്ചത്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇത് അല്ലാതെ, ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെതല്ലാതെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ജൂബിലിയും ഇടയ്ക്ക് ആഘോഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1933 1983 ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ജൂബിലി ആചരിച്ചിരുന്നു. 1983 ആ ജൂബിലി ആഘോഷിക്കുവാൻ നേതൃത്വം നൽകിയത് ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. ഇത് രണ്ടുമല്ലാതെ മറ്റവസരങ്ങളിലും ജൂബിലി ചിലപ്പോഴൊക്കെ ആചരിച്ചിട്ടുണ്ട്. 2016 കരുണയുടെ വർഷമായി മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയും വിശുദ്ധവാതിൽ തുറക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് വിശുദ്ധവാതിൽ തുറക്കുന്നത് റോമിൽ മാത്രമായിരുന്നുവെങ്കിൽ 2016 പ്രത്യേക അവസരത്തിലുള്ള ജൂബിലി വർഷത്തിൽ, കരുണയുടെ വർഷത്തിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്ത് ലത്തീൻ സഭയിലുള്ള എല്ലാ രൂപതകളിലും വിശുദ്ധവാതിൽ തുറക്കുവാനുള്ള അനുവാദം നൽകിയിരുന്നു. എന്താണ് ഈ വിശുദ്ധവാതിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിശുദ്ധവാതിൽ അഥവാ പോർത്ത സാന്ത റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഏറ്റവും പിന്നിൽ ഏറ്റവും വലതുവശത്തുള്ള വാതിലാണ്. ആദ്യം അവിടെ ഒരു വാതിലല്ലായിരുന്നു, മറിച്ച് ആ ഭാഗം ജൂബിലി വർഷത്തിൽ തല്ലി തുറക്കുകയായിരുന്നു. അതിനുശേഷം 1749 അവിടെ ഒരു തടിവാതിൽ നിർമ്മിക്കുകയുണ്ടായി. 1949 ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആ തടിവാതിൽ മാറ്റി അവിടെ ഒരു പിച്ചള വാതിൽ നിർമ്മിക്കുകയുണ്ടായി. ആ വാതിലിൽ ഈശോയുടെ മനുഷ്യാവതാരവും ജീവിത രഹസ്യവുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളെയും ആലേഖനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധവാതിൽ വാസ്തവത്തിൽ ഒരു പ്രതീകമാണ്. തിന്മയിൽ നിന്നും നന്മയിലേക്ക് രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു പ്രതീകം. 2000 ആണ്ടിൽ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ മഹാജൂബിലി ആചരിക്കുന്ന അവസരത്തിൽ ജോൺ പോൾ 2 മാർപ്പാപ്പ എഴുതിയ തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് പാപത്തിൽ നിന്നും കൃപയിലേക്കുള്ള ഒരു രൂപാന്തരീകരണത്തിൻ്റെ അവസരമാണ്, അതിൻ്റെ പ്രതീകമാണ് എന്നുള്ളത്. ചില തിരുവചനങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 9 വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവർ മാത്രമാണ് രക്ഷ പ്രാപിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വെളിപാട് പുസ്തകം 3 അധ്യായം 20 വാക്യം ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയവാതിലുകൾ ഈശോയ്ക്ക് മുമ്പിൽ തുറന്നിടാനുള്ള ഒരവസരമാണ് ഈ ഒരു വിശുദ്ധ വർഷാചരണം, ഈ ഒരു ജൂബിലി വർഷാചരണം. വിശുദ്ധ വാതിലൂടെ പ്രവേശിക്കുന്നവർക്ക് പ്ലീനറി ഇൻ്റലിജൻസ് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വവും വിശുദ്ധ കുർബാന സ്വീകരണവും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളത് അനുസ്മരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വിശുദ്ധ വർഷാചരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധിയിലേക്കുള്ള ഒരു വിളി കൂടിയാണ്. ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ഹൃദയവാതിലുകളെ കർത്താവിന് മുമ്പിൽ തുറന്നിടാൻ പ്രത്യേകം പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന ഈശോയ്ക്ക് വേണ്ടി
ആടുകളുടെ ഇടയനായ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയവാതിലുകളെ തുറക്കുവാനും കർത്താവിന് മുൻപിൽ നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നിടുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ കൊട്ടിയടയ്ക്കാതിരിക്കുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ജൂബിലി വർഷാചരണം നമ്മുടെ ജീവിതങ്ങളുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും നവീകരണത്തിന് കാരണമാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം.